ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ വിഷുവിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ 4 മണിക്ക് തന്നെ ധനുവിനെ എഴുന്നേൽപ്പിച്ച് വിഷുക്കണിയൊക്കെ കാണിച്ച് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങി അനുഗ്രഹമൊക്കെ വാങ്ങി അമ്മമ്മയുടെ കൂടെ വിഷുവിൻ്റെ അന്നത്തെ തുടക്കം കുറിക്കാനായി ഒരു ചെറിയ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് സന്തോഷമായിട്ട് നിൽക്കുകയാണ് എൻ്റെ ധനു അമ്മൂമ്മ. ഇനി എങ്ങോട്ടാണെന്നല്ലേ, ഞങ്ങൾ ഈ വർഷം വിഷു ആഘോഷിക്കാൻ പ്ലാൻ ചെയ്തത് വിഷ്ണുവിൻ്റെ വല്യമ്മയുടെ വീട്ടിലാണ്. എന്നാൽ നമുക്ക് പോയാലോ? വല്യമ്മയുടെ വീട്ടിൽ പോകുന്ന വഴി ഒരുപാട് കാഴ്ചകൾ കാണാം. എത്ര മൈലുകളാണെന്നറിയോ, എന്ത് രസമാണെന്നറിയോ. പ്രകൃതി രമണീയമായ ഒരുപാട് കാഴ്ചകൾ കാണാം അവിടെ. എനിക്ക് വല്യമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ കാണാമല്ലോ. വല്യമ്മയുടെ വീട് തടുക്കശ്ശേരിയിലാണ്, പാലക്കാട് ജില്ലയിൽ. അപ്പോൾ ഇനി നമുക്ക് വല്യമ്മയുടെ വീട്ടിലേക്ക് പോവാം അല്ലേ. ഇതാണ് വല്യച്ഛൻ. എന്താ ചിരി! ആള് നല്ല സന്തോഷത്തിലാണ്. കാരണം ഈ വർഷം വിഷുവിന് ഞങ്ങളെല്ലാം കൂടി ഇവിടെ ഒത്തുകൂടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഉച്ചഭക്ഷണത്തിൽ തുടങ്ങാമെന്ന് കരുതി ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഉച്ച സമയമായിരുന്നു. വല്യമ്മയുടെ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയായിരുന്നു ഇന്നത്തെ താരം. എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയോ. വയററിയാണ്ട് ഒരുപാട് കഴിച്ചു. ഇതാണ് ഞങ്ങളുടെ ജയേട്ടൻ. അങ്ങ് കോയമ്പത്തൂരൂന്ന് വരിക കേട്ടോ. രാവിലെ ഞങ്ങളുടെ ഒപ്പം തന്നെയാണ് വന്നത്. അച്ചമ്മ കഴിച്ച് എഴുന്നേറ്റു കേട്ടോ. അങ്ങനെ എല്ലാവരും മാമ്പഴ പുളിശ്ശേരിയും മത്തങ്ങ എരിശ്ശേരിയും പപ്പടവും ചീരത്തോരനും ഒക്കെ ആസ്വദിച്ച് കഴിച്ചു. ഒരു താരം കൂടി ഉണ്ടായിരുന്നു, വല്യമ്മയുടെ സ്പെഷ്യലായ നെല്ലിക്ക അച്ചാർ. അതാ ചിരിച്ചുകൊണ്ടാണ് വല്യമ്മ ആഹാരം വിളമ്പുക. വല്യമ്മയ്ക്ക് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുന്നതും അവർക്ക് വയറ് നിറയെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഏട്ടനതാ വിഷു സ്പെഷ്യലായ പടക്കത്തിന് ഉദ്ഘാടനം കുറിച്ചിരിക്കുകയാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. കാരണം കുറേ നാളായി എല്ലാവരും ഒന്നിങ്ങനെ ഒത്തുകൂടിയിട്ട്. എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ഒന്ന് ഒത്തുകൂടണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരുപാട് പടക്കങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വിഷ്ണുവേട്ടൻ വന്നത്. ഇതൊക്കെ എപ്പോഴാണ് വിഷ്ണുവേട്ടൻ പൊട്ടിച്ച് തീർക്കാമെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ എന്നായിരുന്നു ഏട്ടൻ്റെ മറുപടി. അങ്ങനെ ഏട്ടൻ വീണ്ടും പടക്കം പൊട്ടിക്കാൻ തുടങ്ങി. എല്ലാ വർഷവും ഇതുപോലൊന്നും ഒത്തുകൂടാൻ പറ്റിയിട്ടില്ലെങ്കിലും വല്ലപ്പോഴെങ്കിലും ഇതുപോലൊന്ന് ഒത്തുകൂടണം. അതിൻ്റെ സന്തോഷമൊന്ന് വേറെ തന്നെയാണ്. ഏട്ടനും അനിയനും ഒക്കെ ജോലി തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഒത്തുകൂടുന്ന ഒരു നിമിഷം. നമ്മൾ കുറെ സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളോട് വെട്ടിക്കെട്ട് നടത്താൻ ഒരു വെടിക്കുള്ള ഉണ്ടാക്കാൻ തോക്കലുണ്ടാവൂല്ലേ? ആ കറച്ച തോക്കാം. പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും ഇവിടെ അയക്കും. പുരുഷേട്ടോ, ഒരു വെടിക്കുള്ള ഉണ്ടാക്കാൻ തോക്കലുണ്ടാവൂല്ലേ? ആ കറച്ച തോക്കാം. പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും ഇവിടെ അയക്കും. പുരുഷേട്ടോ, ഒരു വെടിക്കുള്ള ഉണ്ടാക്കാൻ തോക്കലുണ്ടാവൂല്ലേ? ആ കറച്ച തോക്കാം. പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും ഇവിടെ അയക്കും. ഇന്ന് നമ്മളോട് വെട്ടിക്കെട്ട് നടത്താൻ
പുരുഷേട്ടോ ഒരു വെടിക്കുള്ള ഉണ്ടാക്കാൻ തോക്കിലുണ്ടാവൂല്ലേ? ആ കറച്ച നോക്കാം. പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നസ് ആയിരുന്നു. ഇപ്പൊ തുടങ്ങാല്ലേ? ആ, അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നസ് ആയിരുന്നു. ഇപ്പൊ തുടങ്ങാല്ലേ? ആ, അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും.